Sit down. മൊബൈലിങ് എടുക്ക്. എക്സ്ക്യൂസ് മീ, പരീക്ഷയെക്കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ആദ്യം ആ ബുക്ക്ലെറ്റിൽ നിങ്ങളുടെ പേരും നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന കമ്പനിയുടെ പേരും എഴുതണം. ബെല്ല് കേട്ടയുടൻ ആൻസർ ടിക്ക് ചെയ്യണം. ആദ്യം എല്ലാവരും പേരും കമ്പനിയുടെ പേരും എഴുതുക. Your time start now. ആനന്ദേ, എന്തു പറ്റി? എന്തിനെത്ര ടെൻഷൻ? കറക്റ്റ് സമയത്ത് കല്യാണിയെ രക്ഷപ്പെടുത്തി പരീക്ഷയ്ക്ക് കൊണ്ടിരുത്താൻ പറ്റിയില്ലേ? കൂൾ. അതല്ല സുബ്രു, കല്യാണിയുടെ പരീക്ഷാ റിസൾട്ട് വരുന്നതുവരെ എനിക്ക് ടെൻഷൻ തന്നെയാ. ഞാൻ എത്ര ശ്രമിച്ചാലും അത് മാറ്റാൻ പറ്റില്ല. ബ്രോ, വെറുതെ ടെൻഷൻ അടിക്കില്ലേ. എല്ലാം നല്ലതിനായിരിക്കും. കല്യാണി നല്ല പോലെ പരീക്ഷ ഇട്ട് ജയിച്ചിട്ട് വരും. അല്ലെങ്കിൽ കണ്ടോ. വിജയിച്ചില്ലെങ്കിൽ അതെന്റെ പരാജയമാണ്. പിന്നീട് ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത പരാജയം. Five minutes more. 5 മിനിറ്റ് കൂടിയേ സമയമുള്ളൂ. നീ ഇനി എത്ര കുത്തിയിരുന്ന് എഴുതിയെന്ന് പറഞ്ഞാലും അവസാനം ആ പേപ്പറിൽ ഒന്നും കാണാൻ പോകുന്നില്ല. Time is over.
സുബോണ വരുന്നുണ്ട്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം ഒക്കെ ഗംഭീരമായിട്ട് എഴുതി ആന്റി. വളരെ ഈസി ആയിരുന്നു. ഓ, ആ കല്യാണി ഇടയ്ക്കിടയ്ക്ക് കണ്ണും വീഴ്ചിരിക്കുന്നത് കണ്ടു. ആഹാ, ഇംഗ്ലീഷ് കണ്ട് പേടിച്ചതായിരിക്കും. ബ്രോ കല്യാണി. ആന്റി അവിടെ നോക്ക്. പരീക്ഷ നന്നായിട്ട് എഴുതിയോ കല്യാണി? എല്ലാത്തിനും ആൻസർ ചെയ്തില്ലേ? പഠിച്ചെല്ലാം വന്ന കല്യാണി? ആ, എളുപ്പമായിരുന്നു. എല്ലാം പഠിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഉത്തരവ് എഴുതി. നിന്റെ മുഖത്ത് ഈ സന്തോഷം കാണുമ്പോ അറിയാം നീ എക്സാം നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന്. കല്യാണി, ബ്രോ ഇത്രയും നേരം നല്ല ടെൻഷനിലായിരുന്നു. ഇപ്പോഴാണ് ബ്രോയുടെ മുഖത്തൊരു സന്തോഷം വന്നത്. നമ്മൾ ഒന്നിക്കോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന മത്സരമല്ലേ ഇത്. അതിന്റെ ഒരു ടെൻഷൻ, അല്ലാതെ വേറൊന്നുമല്ല. മറ്റുള്ളവർക്ക് ഇതൊരു മത്സരമായിരിക്കും, പക്ഷേ എനിക്കിതെന്റെ ജീവിതമാണ്. ഒരിക്കലും മിസ് ചെയ്യില്ല ഞാൻ. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. ആന്റി അവൾ ഇങ്ങോട്ടാ വരുന്നത്. ആ, ഞാൻ പരീക്ഷ എഴുതാൻ കൊടുത്ത പേന തിരികെ തരാൻ വരികയായിരിക്കും. ബ്രോ കല്യാണി നിനക്ക് എങ്ങടെ അടുത്തേക്ക് പോയത്? കല്യാണി ഒരു കാര്യമില്ലാതെ ഏതായാലും പോവില്ല. കാണാലോ കല്യാണി എന്തിനാ പോയതെന്ന്. അന്ന് നീ പറയണ കേട്ടുല്ലോ, നീ പറയണ സിമ്പിൾ ഇംഗ്ലീഷ് പോലും അറിയാത്ത, 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത ഞാൻ എങ്ങനെയാ ഇംഗ്ലീഷിൽ ആൻസർ ചെയ്യണേന്ന്. എന്നാ ഇപ്പൊ കേട്ടോ, ഇന്നത്തെ ചോദ്യത്തിന്റെ എല്ലാ ഉത്തരങ്ങളും ഞാനിപ്പോ നിനക്ക് പറഞ്ഞു തരാം. കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് നീ തന്നെ ചെക്ക് ചെയ്യ്. എന്താ, എല്ലാ ചോദ്യങ്ങൾക്കും കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞില്ലേ? അതെ, ഇംഗ്ലീഷും എല്ലാ ഭാഷകളെയും പോലെ ഒരു ഭാഷയാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ അത് അറിവിന്റെ ഭണ്ഡാരമൊന്നുമല്ല. അപ്പൊ ഞാൻ പോട്ടെ. അവള് പറഞ്ഞ ഉത്തരം എല്ലാം കറക്റ്റ് ആണോ? അതെ ആന്റി, എല്ലാം കറക്റ്റാ. കറക്റ്റ് ആയിക്കോട്ടെ. ദേ, നീ അതോർത്ത് വിഷമിക്കണ്ട. അവൾ ഇനി എത്ര കറക്റ്റ് ആയിട്ട് എഴുതിയാലും ഞാൻ കൊടുത്ത പേന വെച്ചല്ലേ എഴുതിയേ. റിസൾട്ട് വരട്ടെ, അപ്പൊ കാണാൻ കളി. കൈ കൊടു കല്യാണി, പൊളിച്ച്. സൂപ്പർ. ഏതായാലും ആ ഗംഗയൊന്ന് പതറി. റിസൾട്ട് വന്നു. ഞാൻ ഇപ്പൊ റിസൾട്ട് നോക്കിയിട്ട് വരാം. ശരി, പോയിട്ടോ. എക്സ്ക്യൂസ് മീ. സെലക്ഷനായി. അവളുടെ പേരുണ്ടോ? എന്തായാലും കല്യാണിയുടെ പേര് ലിസ്റ്റിലില്ല. ബ്രോ റിസൾട്ട് വന്നു. ഞാനും സുബോണിനും കൂടി പോയി നോക്കിയിട്ട് വരാം. വാ സുബോണ.
സുബണ്ണ ഇത് കല്യാണിയുടെ പേര് കാണുന്നില്ല. ശ്ശേ. ആന്റി പാസ്സായി. ആണോ? കൺഗ്രാറ്റുലേഷൻസ്. അവളോ? ആ അടുക്കളക്കാരി കല്യാണി. അവളുടെ പേര് ലിസ്റ്റിലില്ല ആന്റി. ഏ? ഓ, സന്തോഷം. നീ നന്നായിട്ട് നോക്കിയോ? ഇതിപ്പോ എങ്ങനെ ബ്രോയോട് പറയും? എനിക്കും ആലോചിച്ചിട്ട് ഒരു എത്തിപ്പിടിയും കിട്ടുന്നില്ല. നീ വാ. ചിലപ്പോ സ്വന്തം വിജയങ്ങളല്ല മറ്റുള്ളവരുടെ പരാജയങ്ങളാണ് നമുക്ക് സന്തോഷം തരുന്നത്. ഏതായാലും തൃച്ചംബരത്തെ മൂത്ത മരുമകൾ എന്ന അവളുടെ അഹങ്കാരം ഇവിടെ തകർന്നടിഞ്ഞല്ലോ. എനിക്കത് മതി. കല്യാണി സെലക്ട് ആയില്ലേ? കല്യാണി സെലക്ട് ആയല്ലോ അല്ലേ? എന്തു പറ്റി? എന്താ രണ്ടുപേരുടെ മുഖത്തൊരു വാട്ടം? എന്തു പറ്റി അനിയൻകുഞ്ഞെ? ബ്രോ കല്യാണിയുടെ പേര് ലിസ്റ്റിലില്ല ബ്രോ. ഈശ്വരാ, നീ വലിയവനാണേ. സമ്മതിച്ചിരിക്കുന്നു. ആന്റി ഞാൻ ഇപ്പൊ വരാം. അവൾക്കൊരു മറുപടി കൊടുക്കട്ടെ. ചെല്ല്. നീ ലിസ്റ്റ് നന്നായിട്ട് നോക്കിയോ? ഞങ്ങൾ നോക്കിയതാ, കല്യാണിയുടെ പേരില്ല. കല്യാണി, നീ എക്സാം നല്ലതുപോലെയാണോ എഴുതിയത്? അതേ വലിയുഞ്ഞെ, ഞാൻ പഠിച്ചതെല്ലാം ചോദിച്ചത്. ഒരു ഉത്തരം പോലും തെറ്റാതെ ഞാൻ എഴുതിയതു. ബ്രോ ഇതിലെന്തോ ക്രമക്കേട് നടന്നോ സംശയമുണ്ട്. എനിക്കും അങ്ങനെ തോന്നുന്നു. എക്സ്ക്യൂസ് മീ, നീ കുറച്ചു മുമ്പ് അവിടെ വന്ന് വലിയ പെർഫോമൻസ് കാണിക്കുന്ന കണ്ടല്ലോ. എന്താ നീ പറഞ്ഞത്? ഓ ഓർമ്മയുണ്ട്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വലിയ ഭണ്ഡാരമൊന്നും അല്ല, വെറും ഒരു ഭാഷ മാത്രമാണെന്ന് അല്ലേ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന ഒരു പുസ്തകമുണ്ട്, നീ കേട്ടിട്ടുണ്ടോ? നീ അടുക്കളയിൽ നിന്ന് അരമന കൊതിക്കാൻ തുടങ്ങുമ്പോ ഒരു മിനിമം യോഗ്യതയെങ്കിലും നിനക്കുണ്ടോ എന്ന് സ്വയം ചിന്തിച്ചു നോക്കാമായിരുന്നു. നിനക്കൊരിക്കലും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മരുമകളാകാൻ പറ്റില്ല. വെറും ഒരു അടയ്ക്കാക്കുരുവി മഴമേഘങ്ങൾക്ക് മുകളിൽ പറക്കുന്ന പരുന്താകാൻ കൊതിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഓർമ്മ വെച്ചോ നീ. വലിയുഞ്ഞെ, ഞാനെല്ലാം എഴുതിയതാ. കരയണ്ട. നീ എല്ലാം എഴുതിയെന്ന് പറയുന്നത് സത്യമാണോ? സത്യാണ് വലിയുഞ്ഞെ. എങ്കിൽ കൂടെ വാ. ആ ഗംഗെ, നീ ആരെ വിളിക്കാൻ പോകുന്നേ? പ്രിയങ്കയാണോ? അല്ല, നിന്റെ വിജയം കേൾക്കുന്നതിനേക്കാൾ അവളുടെ പരാജയം കേൾക്കാനായിരിക്കും പ്രിയങ്കയ്ക്ക് കൂടുതൽ ഇഷ്ടം. പ്രിയങ്ക അല്ലാൻറ്റി, ആ ഇത് അഖിലാൻറ്റിയെ വിളിക്കുന്നത്. ഓ, ഞാൻ കരുതി കല്യാണി തോറ്റ കാര്യം നീ ആദ്യം പ്രിയങ്കയോടായിരിക്കും വിളിച്ചു പറയാൻ പോകുന്നേന്ന്. അല്ല, ഇതാദ്യം അറിയാനുള്ളത് അഖിലാൻറ്റിയ. ആ ഹലോ ആന്റി, ഒരു സന്തോഷ വാർത്ത പറയാനാ വിളിച്ചത്. ഞാൻ എക്സാമിൽ സെലക്ട് ആയി. ഓ ഗുഡ്. കല്യാണിയും ഏതായാലും ആന്റിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. കല്യാണി സെലക്ട് ആയില്ല. സെലക്ഷൻ ലിസ്റ്റിൽ അവളുടെ പേരില്ല ആന്റി. ഹലോ ആന്റി, ഹലോ. കട്ടായി.
ഗംഗെ, ആ കല്യാണിക്ക് സെലക്ഷൻ ഇല്ലാന്ന് പറഞ്ഞപ്പോ അഖിലേശ് എന്തു പറഞ്ഞു? അതിന് മറുപടി ഒന്നും പറയാതെ ഫോൺ കട്ടായി. ഏ, ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തോ? അതെ ആന്റി. ആ അല്ല, നിനക്ക് സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോ കൺഗ്രാറ്റുലേഷൻസ് പോലും പറഞ്ഞില്ലേ? ഇല്ല ആന്റി, ഗുഡ് എന്ന് പറഞ്ഞു. അഖിലയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാൻ വയ്യല്ലോ. ഇനിയിപ്പോ ആ അടുക്കളക്കാരിയോട് സഹതാപമായിരിക്കോ അതോ അവരാ ചീഫ് എക്സാമിനറുടെ റൂമിലേക്ക് കയറി പോകുന്നു. അതെ, പോയി നോക്കാം നമുക്ക്. വന്നേ. എന്തായി കാര്യങ്ങളൊക്കെ? ഇനി റിസൾട്ട് പബ്ലിഷ് ചെയ്യണം, അത്രേ ഉള്ളൂ. റിസൾട്ട് അനൗൺസ് ചെയ്തത് കറക്റ്റ് ആയിട്ടാണോ? യെസ്, അബ്സല്യൂട്ട്ലി. എനി പ്രോബ്ലം സർ? മത്സരത്തിന്റെ സംഘാടകനായ സാറ് തന്നെ ഇങ്ങനെ സംശയിച്ചാലോ? സംശയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടായിട്ടാണെന്ന് കൂട്ടിക്കോ. എന്താ സാർ പ്രോബ്ലം? എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? സർ, ഇത് ഞങ്ങളുടെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ കല്യാണി ദാസ്. കല്യാണിയും ഈ നടന്ന എക്സാമിൽ പങ്കെടുത്തിരുന്നു. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തെന്നും പറയുന്നു. പക്ഷേ സെലക്ഷൻ ലിസ്റ്റിൽ പേര് കണ്ടില്ല. എക്സാമിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ ഈ കുട്ടി ബുക്കിലെറ്റിൽ ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നും എഴുതിയിട്ടില്ലെന്നോ? അതെ സാർ, പേര് പോലും എഴുതാത്തൊരു ബുക്കിലെറ്റ് ഞാൻ കാണിച്ചില്ലേ, അത് ഈ കുട്ടിയുടെ സാർ. ഓക്കെ, എനിക്ക് നല്ല ഓർമ്മയുണ്ട് സാർ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്കതൊന്ന് കാണാൻ പറ്റുമോ? വൈ നോട്ട്? ആ ബുക്കിലെറ്റ് ഒന്ന് എടുത്ത് കാണിച്ചോളൂ. ഇതാണ് സാർ. ദാ. ഞാൻ എന്റെ പേരും കമ്പനിയുടെ പേരും എല്ലാം എഴുതിയതാ ഇതില്. എന്നിട്ട് എവിടെ? ഇതിലൊന്നും കാണുന്നില്ലല്ലോ. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഈ പേന വെച്ച ഞാൻ എഴുതിയത്. പേന നന്നായിട്ട് തെളിയുന്നുണ്ടല്ലോ. പേനയ്ക്ക് ഒരു കുഴപ്പമില്ല. സർ, ഇത് തന്നെയാണ് കല്യാണിയുടെ ബുക്ക്ലെറ്റ് എന്ന് സാറിന് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? സാർ, ആളുടെ എക്സാം കഴിഞ്ഞ് ഈ കുട്ടി പേപ്പർ തന്നെ ഇറങ്ങിയപ്പോൾ അതിൽ സ്വന്തം പേരോ കമ്പനിയുടെ പേരോ എഴുതിയിരുന്നില്ല. അതിലൊരു ക്വസ്റ്റ്യന്റെ ഉത്തരം പോലും ടിക്ക് ചെയ്തിട്ടുമില്ല. അപ്പൊ ഞാൻ കരുതി മത്സരത്തിന് താല്പര്യമില്ലാത്തോണ്ടായിരിക്കുന്നു. ഇല്ല വല്യൂഞ്ഞേ, ഞാൻ എല്ലാ ഉത്തരങ്ങളും ടിക്ക് ചെയ്തതാ. കല്യാണി, നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ബാത്റൂമിൽ മയങ്ങി വീണതുകൊണ്ടാണോ വല്യൂഞ്ഞ് ഇങ്ങനെയൊക്കെ ചോദിക്കണേ? എനിക്കൊരു കുഴപ്പമില്ല വല്യൂഞ്ഞ്. പേനയും ബുക്കും ബാത്റൂമിൽ വെച്ച് മറന്നതുകൊണ്ട് വിലാസിനി മേഡവാ എനിക്ക് പേന തന്ന് പരീക്ഷാ ഹാളിലേക്ക് വിട്ടത്. ഇളയമ്മ നിനക്ക് പേന തന്നോ? ബ്രോ, ഇളയമ്മ കല്യാണിയെ ഇങ്ങനെ സഹായിച്ചെങ്കിൽ അതിനെന്തോ ചതിയുണ്ട്. സർ, കല്യാണി എഴുതിയെന്ന് പറയുന്നു. ഇൻവിജിലേറ്റർ പറയുന്നു കല്യാണി ഒന്നും എഴുതിയിട്ടില്ലെന്ന്. എവിടെയോ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. കല്യാണിക്കൊരു പേന കൊടുത്ത് ഇവിടെ സാറിന്റെ മുമ്പിൽ വെച്ച് ഒന്നുകൂടി പരീക്ഷ എഴുതാനുള്ള ഒരു അവസരം കൊടുക്കണം. വെരി സോറി, അത് പറ്റില്ല സാർ. പരീക്ഷ കഴിഞ്ഞു, റിസൾട്ടും പബ്ലിഷ് ചെയ്തു. ഇനി അത് സാധിക്കില്ല.
സാർ അംഗമായിട്ടുള്ള അസോസിയേഷൻ ഞങ്ങളെ എക്സാം നടത്തുന്നത് ഏൽപ്പിച്ചത് തന്നെ ഞങ്ങളോടുള്ള വിശ്വാസ്യത കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങളില്ല.